ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വ്യാഴാഴ്ച കൂടി നമ്മൾ ജീവനും ജീവിതവും എന്ന പഠന പരമ്പരയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക്, മറ്റൊരു സമയത്തേക്ക് നമുക്ക് ഒരുമിച്ച് വരാൻ ദൈവം സഹായിച്ചോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇന്നത്തെ ജീവനും ജീവിതവും പഠന പരമ്പരയിലെ ഇന്നത്തെ പഠനത്തിന്റെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ സങ്കീർണത എന്നുള്ളതാണ് വിഷയം. സണ്ണി സഹോദരനാണ് നമ്മളോട് ഈ സന്ദേശം, ഈ വിഷയം നമുക്ക് പങ്കുവയ്ക്കുന്നത്. ബൈബിൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. ബൈബിളിലെ താക്കോൽ വാക്യം നമ്മൾ പലപ്പോഴും യോഹന്നാൻ 3:16 എന്ന് പറയുമെങ്കിലും ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു സങ്കീർത്തനം 91 വിശ്വാസികളല്ലാത്തവർ പോലും, ക്രിസ്ത്യാനികളല്ലാത്തവർ പോലും സങ്കീർത്തനം 91 സ്ഥിരമായിട്ട് വായിക്കുന്നവർ, ദിവസേന വായിക്കുന്നവരൊക്കെ ഉണ്ട്. അതിന്റെ വാക്യങ്ങളോ അർത്ഥങ്ങളോ എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ എന്നും അറിയില്ല. വിശ്വാസികളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും സങ്കീർത്തന പുസ്തകത്തെ ഞായറാഴ്ചയിലെ ആരാധനായോഗത്തിന്റെ സമയത്തേക്ക് മാത്രമായിട്ട് പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു പുസ്തകമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആരാധനായോഗത്തിന്റെ മാത്രം ഒരു ഭാഗത്ത് മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു പുസ്തകമല്ല സങ്കീർത്തന പുസ്തകം എന്ന് നമുക്ക് ഓർക്കാം. ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകമാണ്. 150 അധ്യായങ്ങളുള്ള പുസ്തകമാണ്. അത് ഓരോ പാട്ടുകളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകളും ഒക്കെയും പറഞ്ഞു തരാനായിട്ട് സണ്ണി സഹോദരനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങളുടെ സങ്കീർണത, ഈ തലക്കെട്ട് കാണുമ്പോൾ ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇതിനകം, ഈ സങ്കീർത്തനമൊക്കെ ഇതിന് മാത്രം സങ്കീർണമാണോ എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബൈബിളിലെ ഒരു പുസ്തകം പറഞ്ഞാൽ മിക്കവാറും ആളുകൾ സങ്കീർത്തന പുസ്തകത്തെ കുറിച്ച് പറയും. ഞാനൊരിക്കലൊരു പിന്മാറ്റക്കാരനായ വിശ്വാസിനെ കാണാനായിട്ട് പോയി. അപ്പൊ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ ഈ ബൈബിള് നോക്കി ബൈബിളൊക്കെ വായിക്കാറുണ്ടോ സൗരം? ഒന്ന് വായിക്കാറുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ഈ സങ്കീർത്തനത്തിന്റെ ഈ നടുക്കുള്ള ഒരു കുറച്ച് പേജസ് മാത്രം മുഷിഞ്ഞിരിപ്പുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഏത് ഭാഗം വായിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു, സങ്കീർത്തനം മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ പിന്മാറ്റത്തിലുള്ള വിശ്വാസിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നത് ഈ സങ്കീർത്തനം വായിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും, അവന്റെ സങ്കടങ്ങൾ, അവന്റെ സന്തോഷം, അവന്റെ ഭയം, നന്ദി, കോപം, ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും പ്രതിഫലിച്ച് കാണുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒത്തിരി വൈകാരികമായ തലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുമായിട്ട് വളരെ ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒത്തിരി ആശയങ്ങൾ, ഒത്തിരി നല്ല വരികളും ഒക്കെ സങ്കീർത്തനങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ പ്രിയപ്പെട്ടതാണ്. അച്ഛനെ ഓർമ്മിച്ചതുപോലെ സഭായോഗങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനൊക്കെ നമ്മൾ സങ്കീർത്തനം വായിച്ച് അതിന്റെ ധ്യാന ചിന്തകൾ കേട്ടാണ് നമുക്ക് ആ ഒരു പ്രചോദനം ലഭിക്കുന്നത്. അപ്പൊ സങ്കീർത്തനം എല്ലാ സഭകളിലും മിക്കവാറും സ്നാനപ്പെട്ട സൗരന്മാരെല്ലാവരും ഒക്കെ തന്നെ സങ്കീർത്തനങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ സങ്കീർത്തനം ഒരു മനോഹരമായ കാവ്യ സമാഹാരമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ഗദ്യം നമ്മൾ സാധാരണഗതിയിൽ ഒരു ഉദാഹരണമായിട്ട് ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളോ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളൊക്കെ വായിക്കുന്നത് പോലെ അല്ല സങ്കീർത്തനങ്ങൾ വായിക്കുന്നത്. ഇത് പാട്ടുകളാണ്, കാവ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ നമ്മളെ സംബന്ധിച്ച്, ഒരുപക്ഷെ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച്, ഈ ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ വ്യതിരിക്തതയൊന്നും ചിന്തിക്കാറോ അല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കുന്ന ഒരു രീതി ഉണ്ടോ എന്ന് സംശയമാണ്. മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പോലെ തന്നെ ഇതും വായിക്കുക, മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ പറയുന്ന പോലെ ഇതും പറയുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് പൊതുവിലുള്ളത്. കൂടുതൽ ഒരു പഠനം മറ്റ് പുസ്തകങ്ങളെ പഠിക്കേണ്ടതുപോലെ സങ്കീർത്തനങ്ങളും പഠിക്കേണ്ടതാണ് എന്ന ചിന്തയും പല വിശ്വാസികൾക്കും ഇല്ല
എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സങ്കീർത്തന പുസ്തകങ്ങള് സങ്കീർണം ആക്കണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പഠനത്തിലൂടെ ലളിതമായിട്ട് ഇതിനെ കാണുകയും സാധാരണ സഭായോഗങ്ങളിലും ഒക്കെ ഇതെടുത്ത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന സഹോദരന്മാർക്ക് ഒരു പേടി ഉണ്ടാക്കണോ എന്നൊരു ചിന്ത ഞാനിത് തയ്യാറാക്കിയപ്പോൾ എനിക്കുണ്ടായി. കാരണം ഇത്രയൊക്കെ ഇതിനകത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് യോഗ്യരാണോ, നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും കൂടെ ഞാൻ ചിന്തിച്ചു. എന്തായാലും ഈ പഠനം നമുക്ക് സങ്കീർത്തനങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പഠനമായിട്ട് തീരട്ടെ. അതുമാത്രമല്ല, നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതായത് കേവലം ഈ പുറമേ കാണുന്ന കുറച്ച് കാര്യങ്ങളും അതിനകത്തുള്ള കുറച്ച് വൈകാരിക അനുഭവങ്ങളും മാത്രമല്ല, സങ്കീർത്തനങ്ങളിൽ വളരെ ആഴമായിട്ടുള്ള വേദശാസ്ത്ര സത്യങ്ങളുണ്ട്. ഒത്തിരി പ്രത്യേകതകൾ ഈ പുസ്തകത്തിനുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതും നല്ലതാണ്. അപ്പൊ ഞാൻ ഈ സമയം ഞാൻ ഈ വിഷയം ഇങ്ങനെ കുറെ നാളുകളായിട്ട് പഠിക്കുക, ഈ ഹെർമന്യൂട്ടിക്സിന്റെ ക്ലാസ്സിനൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തു. ഇത് 1 മണിക്കൂറിനകത്ത് നമുക്ക് എന്തോരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും വളരെ വേഗം ഞാനതങ്ങ് പറഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഈ സബ്ജക്റ്റ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഈ സങ്കീർത്തനങ്ങള് നമ്മൾ പൊതുവെ പറയുമ്പോൾ എല്ലാ സങ്കീർത്തനങ്ങളും ഒരുപോലെയല്ല. സങ്കീർത്തനങ്ങൾക്ക് വൈവിധ്യമുണ്ട്, അതിന് പല തരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ടൈപ്സ് ഓഫ് സാംസ്. ഈ സങ്കീർത്തനങ്ങളിൽ ചിലത് നമുക്ക് നോക്കുമ്പോൾ നമുക്കത് സ്തോത്രത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സങ്കീർത്തനങ്ങളാണ്, ചിലത് പ്രാർത്ഥനകളാണ്. നമുക്കറിയാലോ, അങ്ങനെയുള്ള തരങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അതിനകത്തെ ഉള്ളടക്കം അനുസരിച്ച് വ്യത്യാസങ്ങൾ സങ്കീർത്തനങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് നമുക്ക് സങ്കീർത്തനങ്ങളിലെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് വളരെ സഹായകരമാണ്. ഞാൻ പ്രധാനപ്പെട്ട ചില തിരിവുകളെ കുറിച്ച് പറയാം. സങ്കീർത്തനങ്ങളിലെ കുറെ സങ്കീർത്തനങ്ങള് സ്തോത്ര സങ്കീർത്തനങ്ങളാണ്, നന്ദി പ്രകാശന സങ്കീർത്തനങ്ങളാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക്, വിടുതലിന്, രക്ഷയ്ക്ക് ഒക്കെ നന്ദി പറയുന്ന സങ്കീർത്തനങ്ങള്. ഉദാഹരണമായിട്ട് 100-ാം സങ്കീർത്തനം, 103-ാം സങ്കീർത്തനം ഒക്കെ ഈ സാംസ് ഓഫ് താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ സാംസ് ഓഫ് പ്രൈസ് എന്ന് പറയുന്ന തരത്തിലുള്ള സങ്കീർത്തനങ്ങളാണ്. വേറെ ചില സങ്കീർത്തനങ്ങളുണ്ട്, വിലാപ സങ്കീർത്തനങ്ങൾ, ലമന്റ് സാംസ് എന്ന് പറയും. അവിടെ ഈ വ്യക്തിപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ സംബന്ധിച്ചോ അവരായിരിക്കുന്ന കഷ്ടങ്ങളിൽ അവര് ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളികളാണ് ഈ വിലാപ സങ്കീർത്തനങ്ങളുള്ളത്. 51-ാം സങ്കീർത്തനം നമുക്കറിയാം, വ്യക്തിപരമായ ദാവീദിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളിയാണ്. 137-ാം സങ്കീർത്തനം ഒരു ദേശീയമായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തോട് അവർ നടത്തുന്ന വിലാപമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ മറ്റൊരു തരത്തിലുള്ള സങ്കീർത്തനമാണ് രാജകീയ സങ്കീർത്തനങ്ങൾ അഥവാ റോയൽ സാംസ് എന്ന് പറയും. അതായത് ദാവീദ് രാജാവിനെയോ ഇസ്രായേലിലെ ഭരണാധികാരികളെയോ, ഇനി അതുമല്ല അൾട്ടിമേറ്റ്ലി മശിഹായെ കുറിച്ചൊക്കെയുള്ള കീർത്തനങ്ങളാണ്. അവയെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ടുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. 2-ാം സങ്കീർത്തനം, അതുപോലെ 110-ാം സങ്കീർത്തനം ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള രാജകീയ സങ്കീർത്തനങ്ങളുണ്ട്. ഇനി മറ്റൊരു കാറ്റഗറി, മറ്റൊരു തരത്തിലുള്ളത് ജ്ഞാന സങ്കീർത്തനങ്ങൾ അഥവാ വിസ്ഡം സാംസ്. ഈ നീതിമാന്റെ നന്മകൾ, നീതിമാന്റെ അനുഗ്രഹങ്ങള്, അതൊരു ദുഷ്ടന്മാർക്ക് വരുന്ന ദൈവത്തിന്റെ ശിക്ഷ, ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സങ്കീർത്തനങ്ങൾ, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങളോടൊക്കെ സാമ്യമുള്ള ചില ചിന്താ രീതികളൊക്കെയാണ് ഈ വിസ്ഡം സാംസിനകത്ത്, ജ്ഞാന സങ്കീർത്തനങ്ങളിനകത്തുള്ളത്. പിന്നീടുള്ളത് ഈ ജെറുസലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പാട്ടുകളുണ്ട്. ദേവാലയ ആരാധന, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പാടുന്നത്, ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പാടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട്. അതിന് ഈ മിക്കവാറും ഈ ടെമ്പിൾ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ, ദേവാലയ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ. മറ്റൊരു ഒരു കാറ്റഗറിയാണ് ഈ ശാപസങ്കീർത്തനങ്ങൾ അഥവാ ഇംബ്രിക്കേറ്ററി സാംസ്. ദൈവജനത്തിന്റെ ശത്രുക്കൾക്കെതിരെ ശാപം വർഷിക്കുന്ന വാക്കുകൾ, ശത്രുക്കൾക്കെതിരെ ദൈവത്തിന്റെ ന്യായവിധിയും കോപവും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ. വളരെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ ഒരു ഭക്തന്മാരായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും, അല്ലെ? അവരുടെ മക്കൾ
തെണ്ടി നടക്കട്ടെ, അവരുടെ ഭാര്യ വിധവയായി തീരട്ടെ, അവരുടെ മക്കളെ പാറമേൽ അടിച്ചു കളയുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സങ്കീർത്തനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ശാപസങ്കീർത്തനങ്ങൾ. അപ്പൊ അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ദൈവജനത്തിന്റെ ശത്രുക്കൾ, അവരുടെ മേൽ ദൈവശാപം, ദൈവകോപം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനകളും ഒക്കെയാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള സങ്കീർത്തനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ശുശ്രൂഷയെ സംബന്ധിച്ച്, ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും, അതുപോലെ സങ്കീർത്തനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴും, അത് ഏത് തരത്തിലുള്ള സങ്കീർത്തനമാണ് എന്ന് ഒന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മുടെ സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാം പുസ്തകം, രണ്ടാം പുസ്തകം, മൂന്നാം പുസ്തകം എന്നൊക്കെ പറഞ്ഞ് 5 പുസ്തകങ്ങളായിട്ട് സങ്കീർത്തനങ്ങളെ തിരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ തിരിവുകളെ കുറിച്ച്, എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിവുകൾ, അതിന് വല്ല പ്രാധാന്യമുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതും ഈ പഠനത്തിന് സഹായകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ 5 തരംതിരിവുകൾ യഹൂദനെ സംബന്ധിച്ച് പറയുമ്പോൾ മോശയുടെ 5 പുസ്തകങ്ങളുമായിട്ട് പാരലൽ ആയിട്ടാണ് ഈ തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ചില വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാല് ആദ്യത്തെ പുസ്തകം, അതായത് സങ്കീർത്തനത്തിന്റെ ഒന്നാം പുസ്തകം മോശയുടെ ആദ്യത്തെ പുസ്തകത്തോടും, രണ്ടാമത്തെ സങ്കീർത്തന പുസ്തകം മോശയുടെ രണ്ടാം പുസ്തകത്തോടും അങ്ങനെ പാരലായിട്ട് ക്രമീകരിച്ച് അതിന്റെ ആശയങ്ങളൊക്കെ ചേർന്ന് വരുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ പുസ്തകം, സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ പുസ്തകം 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ അത് തോറ, മോശയുടെ ഈ ന്യായപ്രമാണത്തിന്റെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകവുമായിട്ടാണ് അതിന്റെ ബന്ധം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൃഷ്ടി, മനുഷ്യന്റെ വീഴ്ച, വിടുതൽ, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. മിക്കവാറും ഇത് ദാവീദാണ് ഇതിന്റെ രചയിതാവ് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അതുപോലെ ഓരോ ഭാഗവും, ഈ 5 ഭാഗങ്ങളും ഓരോ ഭാഗവും അവസാനിക്കുന്നത് ഡോക്സോളജിയോട് കൂടിയാണ്, അഥവാ ഒരു സ്തുതിയോട് കൂടിയാണ് ഈ ഓരോ ഭാഗങ്ങളും അവസാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഭാഗം 41 സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യം അവസാനിക്കുന്നത് യഹോവ എന്നും എന്നേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആ ഒന്നാം ഭാഗം അവസാനിക്കുന്നു. രണ്ടാമത്തെ ഭാഗം അത് ഈ പുറപ്പാട് പുസ്തകവുമായിട്ടാണ് അതിന്റെ ഒരു ബന്ധം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ദേശീയമായിട്ടുള്ളൊരു വിടുതല്, ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തികള്, ഇതൊക്കെയാണ് ഈ സങ്കീർത്തനങ്ങളിൽ പ്രധാന ആശയങ്ങളായിട്ട് വരുന്നത്. 42 മുതൽ 72 വരെയുള്ള ആ 30 സങ്കീർത്തനങ്ങളാണ് രണ്ടാമത്തെ പുസ്തകത്തിനകത്ത് വരുന്നത്. ഇതിന്റെ ദാവീദിന്റെ സങ്കീർത്തനം മാത്രമല്ല, കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവത്തെ രാജാവായിട്ട് ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ശലോമോന്റെ പ്രാർത്ഥനയോട് കൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. അതിന്റെ അവസാനം ഒരു സ്തുതിയുണ്ട്, അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഭൂമി മുഴുവനും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ, ആമേൻ ആമേൻ. അതാണ് 72-ന്റെ 19-ാമത്തെ വാക്യം പറയുന്നത്. മൂന്നാമത്തെ പുസ്തകം 73 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങള് പ്രധാന പ്രമേയം ദൈവത്തിന്റെ ആലയത്തെ സംബന്ധിക്കുന്നത്, അതുപോലെ ദൈവജനത്തിന്റെ തകർച്ചയെ സംബന്ധിക്കുന്നത്, പ്രവാസത്തെ സംബന്ധിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് ഈ ലേവ്യ പുസ്തകവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ദേവാലയത്തിലെ ആരാധന, വിശുദ്ധി, അതുപോലെ ദൈവ സാന്നിധ്യം, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആസാഫും കോരഹ് പുത്രന്മാരും ഇവരാണ് പ്രധാനമായിട്ടും ഈ ഒരു സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്ന ആളുകള്. അപ്പൊ യെരുസലേമിന്റെ ദേവാലയം, ആ ദേവാലയത്തിൽ പിന്നീടുണ്ടായ തകർച്ച, അതിലൂടെ ദൈവജനത്തിനുണ്ടായ നിരാശകള്, ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങള്, ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവസാനം ഇത് അവസാനിക്കുന്ന എസ്രാഹ്യനായ ഏതാന്റെ ഒരു ധ്യാനത്തോടു കൂടിയാണ്. അതിനകത്ത് അവസാനം ഡോക്സോളജി, ദൈവസ്തുതി, യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ. അങ്ങനെയാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. നാലാമത്തെ പുസ്തകം 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. ഇതിന്റെ പ്രധാന പ്രമേയം പ്രവാസത്തിലെ പ്രത്യാശയും ദൈവത്തിന്റെ ഒരു സർവാധികാരം, ശാശ്വതമായ ഭരണം, ഇതൊക്കെയാണ്. മോശയുടെ സംഖ്യാപുസ്തകം, ആ പുസ്തകവുമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും. ഇപ്പൊ മരുഭൂമിയിലൂടെ ദൈവജനം അനുഭവിച്ച പ്രയാസങ്ങള്, അതിനകത്ത് വെളിപ്പെട്ട ദൈവത്തിന്റെ വിശ്വസ്തത, പിന്നെ മനുഷ്യരുടെ രാജത്വങ്ങളും രാജാക്കന്മാരും ഒക്കെ പരാജയപ്പെടുമ്പോഴും രാജാവായി എന്നേക്കും വാഴുന്ന ആ ദൈവത്തിന്റെ മാറ്റമില്ലായ്മ, ഇതൊക്കെ നമുക്ക് കാണാം. മോശയുടെ പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത്
നമുക്കറിയാം 106:48 വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. അങ്ങനെ 4-ാമത്തെ ഭാഗം അവസാനിക്കുന്നു. 5-ാമത്തെ പുസ്തകം 107 മുതൽ 150 വരെയുള്ള ഭാഗങ്ങളാണ്. പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവ്, ദൈവവചനം, അതുപോലെ സ്തുതി, നിത്യമായ സ്തുതി. ഇതിനകത്ത് ആവർത്തന പുസ്തകവുമായിട്ടുള്ള ഒരു ബന്ധമാണ് സാദൃശ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവവചനം, അതുപോലെ വീണ്ടെടുപ്പ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രധാന വിഷയങ്ങളായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ സ്തുതികളും, ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്ന അവസാനത്തെ കുറെ സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. യഹോവയെ സ്തുതിപ്പിൻ എന്ന് ആരംഭിക്കുകയും അവസാനിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം സങ്കീർത്തനങ്ങൾ. അതുപോലെ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാടുന്ന ആരോഹണ സങ്കീർത്തനങ്ങൾ, സോങ്സ് ഓഫ് അസെന്റ്, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ സമാപനം വാസ്തവത്തില് തിയോളജിൻസ് പറയുന്ന ഒരു വാക്യമല്ല, ആദ്യം പറഞ്ഞ പോലെ ഡോക്സോളജി ഒരു വാക്യത്തിൽ ഒതുങ്ങുന്നില്ല. 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ മുഴുവനും ദൈവസ്തുതിയാണ്. അതിനെ ഗ്രാൻഡ് ഡോക്സോളജി എന്ന് പറയും. ഈ സങ്കീർത്തനത്തിന്റെ ഈ 5 പുസ്തകങ്ങളുടെയും ഏറ്റവും അവസാനമുള്ള 5 പുസ്തകങ്ങൾ മുഴുവനും സ്തുതികളാണ്. ഗ്രാൻഡ് ഡോക്സോളജി, ഒരു എന്നാ പറയുന്നത്, ഗ്രേറ്റ്, ഒരു മഹത്തായ സ്തുതി എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയാണ് ഈ 5 പുസ്തകങ്ങളുടെ തിരിവുകൾ നമ്മൾ കാണുന്നത്. ഞാൻ സ്പീഡ് കൂട്ടിയാ പറയുന്നത്, സൗരന്മാർ ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്, ഈ സങ്കീർത്തനങ്ങള് കേവലം കുറച്ച് പാട്ടുകൾ, ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന പാട്ടുകളും, സങ്കടം വരുമ്പോൾ പാടുന്നത്, പാപങ്ങൾ ഏറ്റു പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗാനങ്ങളാണ് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തൊക്കെ വളരെ ശക്തമായ വേദശാസ്ത്ര സത്യങ്ങളുണ്ട്. തിയോളജിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ പാട്ടുകളൊക്കെ ആണെങ്കിലും ഈ ഒരു ആശയമില്ലാതെ, ഒരു കാര്യമായ അർത്ഥമൊന്നുമില്ലാതെ കുറെ മ്യൂസിക്കും അതിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ താളവും മേളവും ഒക്കെ ഉള്ള ഒരു കൊഴുപ്പ് മാത്രമായിട്ടുള്ള പാട്ടുകളുണ്ട്. എന്നാൽ തിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, ബിബ്ലിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് അതിന്റെ ഷൂട്ടിന് ചെന്നപ്പം ആ പാട്ടിന് കോറസ് പാടാൻ വന്ന ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്, ഈ പാട്ട് തിയോളജിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള പാട്ടാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഈ സഹോദരന്മാര്, നമ്മുടെ സഭകളിലൊക്കെയുള്ള സഹോദരന്മാർ എഴുതുന്ന പാട്ടുകളെല്ലാം തന്നെ തിയോളജിക്കലി സൗണ്ടാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, നമുക്ക് ഈ ബൈബിളിലെ ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയായിട്ട് നമ്മൾ കാണുന്നു. ഇത് നമ്മളായിട്ട് തുടങ്ങി വെച്ച ഒരു കാര്യമല്ല. യഹൂദന്മാരെ സംബന്ധിച്ച് ഈ ബൈബിളിലെ പ്രധാന പാട്ടുകൾ ആയ സങ്കീർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും, ഈ സങ്കീർത്തനകാരന്മാര് സങ്കീർത്തനത്തിലെ ഗാനങ്ങൾ എഴുതിയപ്പോൾ അതിനകത്ത് പഴയ നിയമത്തിന്റെ തിയോളജി ധാരാളമായിട്ടുണ്ട്. ഒരു ബൈബിളിലെ തിയോളജി നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ സങ്കീർത്തനങ്ങൾ ഇത്ര ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്ന വരികൾ, അല്ലെങ്കിൽ ആഴമേറിയ സത്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വരികൾ ഈ പാട്ടുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയാൽ അതിനെ കുറച്ചുകൂടി ഗൗരവത്തോടെ നമുക്ക് സമീപിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ലളിതമായ പ്രാർത്ഥനകൾ എന്നതിലുപരി ദൈവശാസ്ത്ര സത്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട, ഞാൻ എല്ലാം ഒന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് മാത്രം പറഞ്ഞു പോകാം. ദൈവത്തിന്റെ പരമാധികാരവും രാജത്വവും, സോവറിനിറ്റി ആൻഡ് കിങ്ഷിപ്പ് ഓഫ് ഗോഡ്. ഇപ്പൊ ദൈവം സകലത്തെയും ഭരിക്കുന്നു, സകലത്തിന്റെയും മീതെ അധികാരിയായ ദൈവം, സകലത്തിന്റെയും ഉടമസ്ഥനായ ദൈവം. ഇത് സങ്കീർത്തനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ ദൈവം കേവലം ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല, ഏതെങ്കിലും ഒരു ജനതയുടെ, ഒരു ജാതിയുടെ, ഒരു ഗോത്രത്തിന്റെ ദൈവം മാത്രമല്ല, സകല ഭൂമിക്കും രാജാവാണ് ദൈവം എന്ന് സങ്കീർത്തനങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. 24:1 ഒരു ഉദാഹരണമാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. 47:7 ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. 93:1 യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങള്, പാട്ടുകളൊക്കെ നമുക്കറിയാം. അപ്പൊ ദൈവത്തിന്റെ ആ സർവാധികാരം, സർവ സൃഷ്ടികളുടെയും മീതെ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് സങ്കീർത്തനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ തിയോളജി പ്രോപ്പറൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം സങ്കീർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്.
കാരണം പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒത്തിരി സത്യങ്ങൾ നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാനും കാണാനായിട്ടും കഴിയും. അപ്പൊ സങ്കീർത്തനങ്ങൾ കൂടാതെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അത്രമാത്രം ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ, തിയോളജി പ്രോപ്പറും ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ദയ, കരുണ, വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ നീതി, കോപം, ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. ആ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചും സങ്കീർത്തനങ്ങളിൽ വളരെയധികം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലേറ്റവും ഒരുപക്ഷെ പ്രധാനപ്പെട്ട ആശയം ഹെസദ് എന്ന് പറയുന്ന ആശയമാണ്. ഹെസദ് എന്ന എബ്രായ ഭാഷയിൽ പറയുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തതയും സ്നേഹവും ദയയും എല്ലാം കൂടി അടങ്ങിയ ഒരു സ്വഭാവ ഗുണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആ ദയ എന്നുള്ള വാക്കാണ് ഈ ഹെസദ് എന്ന എബ്രായ ഭാഷ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ദയ എന്ന് പറയുന്ന ആശയം അത് ഈ ഹെസദിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വാക്കൊന്നുമല്ല. അതിനകത്ത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, യഹോവയായ ദൈവം മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ. ഈ പാറ എന്ന് പറയുന്ന ആശയമൊക്കെ ദൈവത്തിന്റെ മാറ്റമില്ലായ്മയെ കാണിക്കുന്നു, ദൈവത്തിന്റെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വഭാവത്തെ കാണിക്കുന്നു, വിശ്വസ്തതയെ കാണിക്കുന്നു. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാടുകൾ അത് ദൈവം ആരാണ് എന്നുള്ള വെളിപ്പാട് മാത്രമല്ല, ദൈവത്തിന്റെ സ്വഭാവം, ദൈവം എങ്ങനെയുള്ളവനാണ് എന്നുകൂടിയുള്ള വെളിപ്പാടുകൾ നമുക്ക് സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മിശിഹായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, വരുവാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ സങ്കീർത്തനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വെറും പാട്ടുകൾ മാത്രമല്ല, ഒരു പ്രാവചനിക കാഴ്ചപ്പാട്, ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് ഈ പാട്ടുകാർ എന്നുള്ള കാര്യം പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം. ദാവീദിനെ ഒരു പ്രവാചകൻ എന്നാ വിളിച്ചിരിക്കുന്നു. അപ്പൊ പ്രവാചകനായ ദാവീദ് എഴുതിയ വരികളില് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് മെശിഹായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. 22-ാം സങ്കീർത്തനം അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, ആ ക്രൂശുമരണത്തെ കുറിച്ചൊക്കെ ഇത്രയും മനോഹരമായി 1000 വർഷങ്ങൾക്ക് മുമ്പ്, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു കവിത, ഒരു പാട്ടാണ് 22-ാം സങ്കീർത്തനം. 18-ാം സങ്കീർത്തനം, ഇതൊക്കെ കർത്താവിന്റെ മരണത്തെ സംബന്ധിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. 16-10 കർത്താവിന്റെ പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, മിശിഹായുടെ പുനരുദ്ധാനം സംബന്ധിച്ച് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പ്രസംഗത്തിൽ, അത് 2-ാം അധ്യായത്തിന്റെ പ്രസംഗത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ 110-ാം സങ്കീർത്തനം, അവിടെ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ മെസ്സിയാനിക് സാംസ്, മെശിഹൈക സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന മെശിഹായെ കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം സങ്കീർത്തനങ്ങൾ ഉണ്ട്. ആ സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്ക് വരുവാനിരിക്കുന്ന ഈ മെശിഹായുടെ പ്രത്യേകതകൾ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മെശിഹായെ കുറിച്ചുള്ള തീം വരുന്ന സങ്കീർത്തനങ്ങളുണ്ട്. മറ്റൊരു പ്രധാന വിഷയമാണ് പാപവും മാനസാന്തരവും വീണ്ടെടുപ്പ്, സിൻ, റിപ്പന്റൻസ് ആൻഡ് റിഡംഷൻ എന്നുള്ള ആശയം. ഇപ്പൊ പാപം ചെയ്യുന്ന ദൈവത്തിന്റെ ജനം, അവര് മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ വന്ന് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുന്ന ഒരു വിഷയം, അത് പല സങ്കീർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പേഴ്സണൽ സിൻസ്, വ്യക്തിപരമായിട്ട് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയുകയും ക്ഷമ പ്രാപിക്കുകയും ചെയ്യുന്നത് കാണാം. നാഷണൽ റിപ്പന്റൻസ്, ദേശീയമായിട്ടുള്ള പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 51-ാം സങ്കീർത്തനം ദാവീദിന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ്. പിന്നെ 103-ാം സങ്കീർത്തനം, ഉദയം അസ്തമയത്തോടാകുന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പൊ അതൊരു പേഴ്സണൽ എന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു സമൂഹത്തിന്റെ ഒരു ഏറ്റുപറച്ചിലായിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പാപം, മാനസാന്തരം, വീണ്ടെടുപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ സങ്കീർത്തനങ്ങളിൽ കാണാം. ദൈവത്തിന്റെ അട്രിബ്യൂട്ട്സിനെ കുറിച്ച് കാണാം. ദൈവത്തിന്റെ സർവ്വ സാന്നിധ്യം, സർവജ്ഞാനം, ഇതിനെക്കുറിച്ചൊക്കെ 139-ാം സങ്കീർത്തനം വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാവുന്നതാണ്. നമ്മൾ എവിടെ പോയാൽ ദൈവത്തിന്റെ ആത്മാവിനെ വിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല എന്നുള്ള ആ കാര്യമൊക്കെ, ആകാശത്ത് പോയാലും സമുദ്രത്തിന്റെ അറ്റത്തോളം പോയാലും ഭൂമിയിൽ എവിടെയാണെങ്കിലും, രാത്രിയായാലും പകലാണെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ദൂരെയല്ല എന്ന് പറയുന്ന ആ സങ്കീർത്തനമൊക്കെ നമുക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം മനുഷ്യന്റെ താൽക്കാലികതയും ദൈവത്തിന്റെ സ്ഥിരതയും അല്ലെങ്കിൽ നിത്യതയും എന്നുള്ള ആശയമാണ്.
ഈ സൃഷ്ടാവ് സൃഷ്ടി വ്യത്യാസം. സൃഷ്ടാവ് മാറ്റമില്ലാത്തവനും നിത്യനുമാണ്. എന്നാൽ സൃഷ്ടികളായ മനുഷ്യർ അവരെത്ര ഉന്നതരായെങ്കിലും ആണെങ്കിലും അവർ നൈമിഷികരാണ്. വയലിലെ പുല്ലുപോലെ അല്ലെങ്കിൽ പൂ പോലെ, മാറിപ്പോകുന്ന ഒരു നിഴല് പോലെ, പൊടി പോലെ അവര് നൈമിഷികരാണ് എന്ന് ഓർപ്പിക്കുന്ന ഒത്തിരി സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാം. അതിലൊരു പക്ഷേ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് മോശയുടെ പ്രാർത്ഥന, 90-ാം സങ്കീർത്തനം. അതിനകത്ത് ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പറയുന്നത്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്നൊക്കെ പറയുന്ന അത്. 103-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ നൈമിഷികതയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ല, നിത്യതയും മനുഷ്യന്റെ നൈമിഷികതയും. മറ്റൊരു പ്രധാന ആശയം രക്ഷകനായ ദൈവവും രക്ഷയും. ദൈവത്തെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിധം ദൈവം രക്ഷകനാണ് എന്ന നിലയിലാണ്. അപ്പൊ രക്ഷകനായ ദൈവവും ആ ദൈവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ. രക്ഷ എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ നമ്മൾ ഇന്ന് രക്ഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആത്മരക്ഷയെക്കുറിച്ചാണ്, നിത്യരക്ഷയെക്കുറിച്ചാണ്. എന്നാൽ അത് മാത്രമല്ല, ദൈവം നമുക്ക് തരുന്ന രക്ഷയ്ക്ക് പല തലങ്ങളുണ്ട്. ഇപ്പം ഫിസിക്കൽ ഡെലിവറൻസ്, ഭൗതികവും പ്രായോഗികവുമായ വിടുതൽ എന്ന് പറഞ്ഞാല് ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ. ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്ന വേട്ടക്കാരുടെ കെണിയിൽ നിന്ന്, അതുപോലെ യുദ്ധങ്ങൾ വരുന്ന പശ്ചാത്തലത്തില്, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നുള്ള അവരുടെ ഉപദ്രവത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ദൈവത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ച് പറയുന്ന ആ വാക്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇവിടെ ദൈവമാണ് രക്ഷിക്കുന്നത്. ദൈവം നമ്മളെ ഭൗതികമായ അപകടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ. ഉദാഹരണം വളരെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് 116-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം. അപ്പൊ ഈ വാക്യം നമ്മൾ ഒത്തിരി തെറ്റിച്ചും പറയുന്ന ഒരു വാക്യമാണ്. ഞാൻ ആരെയും പേഴ്സണലായിട്ട് പറയല്ല, കാരണം ഇത് മിക്കവാറും ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ ആരെങ്കിലും ഒക്കെ ഈ വാക്യം പറഞ്ഞ് മെസ്സേജ് പറയുകയോ അല്ലെങ്കിൽ അനുശോചനം പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. വാസ്തവത്തില് ഈ വാക്യം, അതായത് അവരുടെ പ്രാണനെ അവൻ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറയുന്ന ഒരു വാക്യം നമുക്കറിയാം. അപ്പൊ വാസ്തവത്തില് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, അത് അപകടത്തിൽ നിന്ന് ഈ സങ്കീർത്തനകാരനെ ദൈവം രക്ഷിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അഥവാ തന്റെ ഭക്തന്മാരുടെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. 116-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിലും അതിന് സമാന്തരമായ ഒരു വാക്യമാണ്. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും, അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അപ്പോൾ ഒരു ഭക്തന്റെ മരണം അല്ലെങ്കിൽ അവന്റെ രക്തം വിലയേറിയതായിരിക്കും എന്ന് പറഞ്ഞാല് ഈ ഭക്തൻ മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യമാണ് എന്ന അർത്ഥമല്ല അതിനുള്ളത്. അതിനകത്തൊരു രക്ഷയുടെ തലമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ രോഗത്തിൽ നിന്നുള്ള രക്ഷ, രോഗക്കിടക്കയിൽ നിന്ന്, മരണനിഴലിന്റെ താഴ്വരയിൽ നിന്നൊക്കെ ദൈവം രക്ഷിക്കുന്നു എന്ന ആശയം നമുക്ക് കാണാം. യഹോവേ, നീ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന പാറയും എന്നൊക്കെ പറയുന്നു. അവൻ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന കാര്യം പറയുന്നു. ഇങ്ങനെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായ ദൈവത്തെക്കുറിച്ച് ഉള്ള ആശയങ്ങൾ കാണാം. അതുപോലെ തന്നെ ആത്മരക്ഷയെക്കുറിച്ച് പറയുന്ന, പാപമോചനത്തെക്കുറിച്ച് പറയുന്ന ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണാം. 51-ാം സങ്കീർത്തനം, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ആ ദൈവബന്ധത്തിലേക്കുള്ള യഥാസ്ഥാപനം, പാപം നഷ്ടപ്പെടുത്തിയ ദൈവബന്ധത്തിലേക്ക് തിരിച്ച് വരുന്ന ഭക്തനെ കുറിച്ച്, ആ ഭക്തന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, പാപക്ഷമ പ്രാപിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർത്ത് തന്നെ നമുക്ക് കാണാം രക്ഷകൻ ദൈവം മാത്രമാണ് എന്നുള്ള ആശയവും ആ സത്യവും ആവർത്തിച്ച സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാം. മനുഷ്യരിൽ മാത്രം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ഗോഡ് അലോൺ ഹീസ് എ സേവിയർ എന്ന ആശയം. പ്രഭുക്കന്മാരിലോ കുതിരകളിലോ രഥങ്ങളിലോ ആശ്രയിക്കുന്നത് വ്യർത്ഥമാണ്. 20-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം. 118-ന്റെ 8 നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ മനപ്പാഠം അറിയായിരിക്കും, അല്ലെ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുപോലെ 62-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, എൻ്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അപ്പോ രക്ഷ എന്നത് സങ്കീർത്തനത്തിലെ ഒരു പ്രധാന വിഷയമാണ്. രക്ഷകനായ ദൈവം എന്നതും സങ്കീർത്തനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മെശിഹായെ കുറിച്ചുള്ള രക്ഷയെക്കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും
മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരം രണ്ടാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുക എന്ന് പറയുന്ന ആശയം. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവപുത്രനായ മശിഹായിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ദൈവം നൽകുന്ന രക്ഷ. അതുമാത്രമല്ല, ഈ രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ സന്തോഷവും ആരാധനയും അതും നമുക്ക് ഇതിനകത്ത് കാണാം. രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങളാണ് ഇതൊക്കെ. 116 സങ്കീർത്തനം 12-13 വാക്യങ്ങള്: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്നൊക്കെ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന, രക്ഷയെ സംബന്ധിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒത്തിരി ഭാഗങ്ങള് സങ്കീർത്തനത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ സങ്കീർത്തനത്തിൽ വേദശാസ്ത്ര സത്യങ്ങൾ, ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വേദശാസ്ത്ര സത്യങ്ങള് സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങളെ കുറച്ചുകൂടെ ആസ്വദിക്കാനും നന്നായിട്ട് പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഈ ഒരുപക്ഷെ സങ്കീർത്തനത്തിന്റെ സങ്കീർണത എന്നുള്ളത് വിഷയം കൂടുതലും ഇതുമൊക്കെ ആയിട്ട് ഈ എബ്രായ കവിത എന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ കൂടുതൽ ഒരുപക്ഷെ സങ്കീർണത കാണാൻ പറ്റുന്നത്. ഈ സങ്കീർത്തനങ്ങളും എബ്രായ കവിതയും, നമുക്കറിയാം സങ്കീർത്തനങ്ങൾ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട കവിതകളാണ്. നമുക്ക് ഏത് ഭാഷയും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 100% കൃത്യമായിട്ടും 100% അതേ രീതിയിൽ തന്നെ അർത്ഥം, ആശയം ഇങ്ങോട്ട് കൊണ്ടുവരിക എപ്പോഴും അത് സാധ്യമാകണമെന്നില്ല. ഒരാശയ ചോർച്ച ട്രാൻസ്ലേഷൻസിൽ സംഭവിക്കാം. അത് പ്രോസിന്റെ കാര്യത്തിൽ അത്ര വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് മിക്കവാറും ഒക്കെ ഏറെക്കുറെ, ഞാൻ പറയും 100% എന്ന് പറയില്ല, എങ്കിലും ഏറെക്കുറെ അസാധ്യമാണ്. അതായത് ഒരു കവിതയിൽ നമുക്ക് കേവലം ആശയങ്ങൾ മാത്രമല്ല, കവിതയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരങ്ങളുണ്ട്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങളുണ്ട്, അതിൻ്റെ റൈമിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാസമുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ മലയാളം ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ അവരത് വായിച്ച് ആസ്വദിച്ച ആ ഒരു ആസ്വാദനം നമുക്ക് എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല. അത് ആരുടെയും കുഴപ്പമില്ല, ഈ ട്രാൻസ്ലേഷനിൽ സംഭവിക്കുന്ന ഒരു പരിമിതിയാണ്. അത് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് അതിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് നല്ലതാണ്. എബ്രായ കവിതയുടെ ചില സവിശേഷതകൾ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഒന്നാമതായിട്ട് പറയേണ്ടത്, ഈ രചനാ രീതിയിൽ അവരുപയോഗിക്കുന്ന ഒരു പാരലലിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സാമാന്തരികത എന്ന് പറയും. അതായത് ഒരാശയത്തെ ആദ്യത്തെ വരിയിൽ അവതരിപ്പിച്ച ശേഷം രണ്ടാമത്തെ വരിയിൽ ആ ആശയം തന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയോ, അല്ലെങ്കിൽ ആദ്യത്തെ ആശയത്തെ പിന്താങ്ങുന്ന ഒരു രീതിയിൽ അവതരിപ്പിക്കുകയോ, ഇനി ആദ്യം പറഞ്ഞ ആശയത്തെ വ്യക്തമാക്കാൻ രണ്ടാമത്തെ വരിയിൽ അതിന്റെ എതിരായിട്ടുള്ള ആശയം പറയുകയോ ഒക്കെ ചെയ്യുന്ന രീതി, ആ രീതിക്കാണ് ഈ ഹീബ്രു പാരലിസം എന്ന് പറയുന്നത്, സാമാന്തരികത എന്ന് പറയുന്നത്. അപ്പൊ 3 വിധത്തിലാണ് പ്രധാനമായിട്ടും ഈ സാമാന്തരികത ഈ എബ്രായ കവിതകളിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഒരു രീതി, ഈ ഒരു ലിറ്റററി ടെക്നിക്ക് അവർ ഉപയോഗിച്ചിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇത് ആസ്വദിക്കാനും അർത്ഥം മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സിനോണിമസ് പാരലിസം അഥവാ സമാന സാമാന്തരികത എന്ന് പറയാം. അതായത് ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്ന ആ ആശയം തന്നെ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. 2-ാമത്തെ വരി: യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. അപ്പൊ ഇത് രണ്ടും പറയുന്നത് ഏതാണ്ട് ഒന്ന് തന്നെയാണ്, ഒരാശയം തന്നെയാണ്. ആ ഒരാശയം തന്നെ 2 വരികളിൽ 2 രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ സിനോണിമസ് പാരലിസം
അഥവാ പര്യായങ്ങളായിട്ട് വരുന്നത് പോലെ ഒരേ അർത്ഥം തന്നെ പ്രതിഫലിപ്പിക്കുന്ന രണ്ട് വരികൾ എന്ന നിലയിൽ നമുക്കതിനെ കാണാൻ കഴിയും. ഇനി വ്യത്യസ്തമായിട്ടുണ്ട് ആന്റിതെറ്റിക് പാരലിസം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വരിക്ക് എതിരായിട്ടുള്ള രീതിയിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ആശയം അവതരിപ്പിക്കുന്ന സമാന്തരികതയുണ്ട്. ഉദാഹരണം 1-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ നീതിമാന്മാരുടെ വഴിയെ അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ ആശയത്തിന്റെ മറുവശം അവതരിപ്പിക്കുകയാണ്. അതിനോട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആണ് 2-ാമത്തെ വരിയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടാതെ 3-മതൊരു തരത്തിലുള്ള പാരലിസം എന്ന് പറയുന്നത് സിന്തറ്റിക് പാരലിസം എന്ന് പറയും. അതിനെ നമുക്ക് സംശ്ലേഷണ സമാന്തരികത എന്നോ ഇതിനെ ഒരു സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമാന്തരികത എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആശയത്തെ കുറച്ചുകൂടെ സമ്പുഷ്ടമാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന, അതിനോട് കുറച്ചുകൂടെ സത്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന രീതിയിലുള്ള ഒരു സമാന്തരികത നമുക്ക് കാണാൻ സാധിക്കും. 23-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമായ, മനപ്പാടം അറിയാവുന്ന സങ്കീർത്തനമാണ്. അതിന്റെ 1-2 വാക്യങ്ങൾ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ആ ആശയത്തോട് ചേർത്ത് അതിനെ കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടമാക്കുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതായത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് പറയുന്ന ആശയത്തെ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് അടുത്ത വരികൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള സാമാന്തരികത നമുക്ക് എബ്രായ കവിതയിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ ഭംഗി കുറച്ചുകൂടെ ആസ്വദിക്കാനായിട്ട് കഴിയുന്നതാണ്. മറ്റൊരു പ്രത്യേകതയാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ഇമേജറീസ്. അലങ്കാര പ്രയോഗങ്ങളും ബിംബങ്ങളും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അലങ്കാര പ്രയോഗങ്ങൾ എന്നത് നമുക്കറിയാം, നമ്മുടെ ഭാഷയിലും മലയാള ഭാഷയിലൊക്കെ ഉണ്ട്. ഉപമകളുണ്ട്, രൂപങ്ങളുണ്ട്, അതിശയോക്തിയുണ്ട്, ഇങ്ങനെ ഒത്തിരി അലങ്കാരങ്ങളുണ്ട്. അതുപോലെ ഈ ഇമേജറീസ് എന്ന് പറഞ്ഞാൽ, ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ ഒരു കാഴ്ചയെ വർണ്ണിക്കുമ്പോൾ നമുക്കത് കാണുന്ന ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രകൃതിയിലെ ബിംബങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഉപമയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരു പ്രകൃതിയിലെ ബിംബം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആകാശത്തിന്റെ ഭൂമിയുമായിട്ടുള്ള അകലത്തെക്കുറിച്ച് കാണിച്ചുകൊണ്ട് ഒരു ആശയം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വിഷ്വൽ ആയിട്ടുള്ള ഇമേജറീസ് ഉണ്ട്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ. അതുപോലെ ഓഡിയേറ്ററി ഇമേജറീസ് ഉണ്ട്. അതുപോലെ ടേസ്റ്റിന്റെ ഇമേജറീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ബിംബങ്ങൾ നമുക്ക് ഈ കവിതകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെ, ഇപ്പം മഞ്ഞിനെ കുറിച്ചും തണുപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കും അത് ചെറുതായിട്ടൊരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. തണുപ്പ്, മഞ്ഞ് പോലെ നീഹാരം വിതർന്നു എന്നൊക്കെ പറയുമ്പോൾ, ആ ഹെർമോൻ ഗിരികളിൽ പെയ്യുന്ന മഞ്ഞിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഒരു ഫീൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജറി, ഒരു ബിംബം അവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ അലങ്കാരങ്ങൾ ധാരാളമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അലങ്കാരങ്ങളിൽ നമുക്ക് ഉദാഹരണങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. രൂപകം, മെറ്റഫർ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒന്നിന്റെ ഗുണം മറ്റൊന്നിനുണ്ട്, അല്ലെങ്കിൽ ഒന്നിന്റെ ഗുണമുള്ള മറ്റൊന്ന് എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പൊ യഹോവ എൻ്റെ ഇടയനാകുന്നു, നമുക്കറിയാം യഹോവയായ ദൈവം ആടുകളെ മേയ്ക്കാനായിട്ടൊന്നും വന്നിട്ടില്ല, വരുന്നുമില്ല. പക്ഷെ യഹോവയ്ക്ക് ഒരു ഇടയന്റെ ഗുണങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് ആ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ യഹോവയായ ദൈവം, നമ്മുടെ ദൈവം പാറയാണ് എന്ന് പറയുന്ന കാര്യം. നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ. അപ്പൊ ദൈവം പാറയാണോ എന്ന് ചോദിച്ചാൽ അതൊരു രൂപക അലങ്കാരമാണ്. പാറയുടെ സ്ഥിരത, പാറ മണ്ണ് പോലെ താന്നു പോകുന്നതല്ല, കയറി നിൽക്കാൻ സാധിക്കുന്നതാണ്. അതിനൊരു സ്ഥിര സ്വഭാവമുണ്ട്, വിശ്വസിക്കാവുന്ന ഒരു പ്രതലമാണ് പാറ. അപ്പൊ ആ രീതിയിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ് ഈ പാറ എന്ന ആലങ്കാരിക പ്രയോഗത്തിലൂടെ. അതിശയോക്തി പ്രയോഗങ്ങളുണ്ട്. കണ്ണുനീര് കൊണ്ട് ഞാൻ എൻ്റെ കിടക്കയെ നനച്ചു, എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ അതിശയോക്തി പ്രയോഗങ്ങളാണ്. അതായത് ഈ കാര്യത്തിന്റെ ഇന്റൻസിറ്റി, അതായത് ഒരു അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ, വിഷയത്തിന്റെ, വികാരത്തിന്റെ ഒക്കെ തീവ്രത കാണിക്കാൻ വേണ്ടി ആണ് ഈ അതിശയോക്തി പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പേഴ്സോണിഫിക്കേഷൻസ് എന്ന് പറയും, ആളത്വ ആരോപണം. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്ന നിലയിൽ, വ്യക്തിത്വമുണ്ട് എന്നുള്ള നിലയിൽ ഉള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാം.
പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ, പർവ്വതങ്ങൾ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അതൊക്കെ ഒരു പേഴ്സോണിഫിക്കേഷനാണ്. ജീവനില്ലാത്ത പർവ്വതങ്ങളെ, നദികളെയൊക്കെ ജീവനുള്ളതായിട്ട് ചിത്രീകരിക്കുന്ന കാവ്യ അലങ്കാരം, കവിതയുടെ ഒരു സങ്കേതമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ആന്ത്രപ്പോമോർഫിസം, മനുഷ്യത്വ ആരോപണം, മനുഷ്യനല്ലാത്തതിനെ മനുഷ്യൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ആന്ത്രപ്പോമോർഫിസം. കാരണം നമുക്കറിയാം, ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു സത്യമാണ് ദൈവം ആത്മാവാണ്. ദൈവത്തെ കാണാൻ കഴിയില്ല, ദൈവം അദൃശ്യനാണെന്നുള്ള കാര്യം. ആ സത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിന് കൈയുണ്ട്, ദൈവത്തിന് കണ്ണുണ്ട്, കാതുണ്ട് എന്നൊക്കെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ അത് ഈ ആന്ത്രപ്പോമോർഫിസമാണ്. 89 സങ്കീർത്തനത്തിന്റെ 13 വാക്യത്തില് പറയുന്നത്, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. അപ്പൊ നിന്റെ വലങ്കൈ ഉന്നതമാകുന്നു, നിന്റെ കൈ ബലമുള്ളതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് മനുഷ്യർക്കുള്ളതുപോലെ ഒരു കൈയുണ്ട് എന്നോ, നല്ല മസിലുള്ള ഒരു കൈയുണ്ട് എന്നൊക്കെ ആണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം പ്രവർത്തിക്കും, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു അലങ്കാരിക പ്രയോഗമാണത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ആന്ത്രപ്പോമോർഫിസം മാത്രമല്ല, സൂമോർഫിസം എന്ന് പറഞ്ഞാൽ ജന്തുത്വ ആരോപണം. ഈ ജന്തുക്കളല്ലാത്ത പക്ഷിയും മൃഗമൊന്നും അല്ലാത്തവയെ പക്ഷിയും മൃഗവും പോലെ ചിത്രീകരിക്കുന്നു. അത് കവിതകളിലുണ്ട്, പ്രോസിലൊക്കെ, നമുക്ക് സങ്കീർത്തനങ്ങളിൽ മാത്രമല്ല പ്രവാചക പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനങ്ങളിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഭാഗം 91 സങ്കീർത്തനം അതിന്റെ 4 വാക്യത്തില് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അപ്പൊ ദൈവത്തിന് ചിറകുണ്ടോ, ദൈവത്തിന് തൂവലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഇതെന്താണ് പിന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഒരു പക്ഷിയുടെ ഒരു രൂപമെടുത്തിട്ട് ആ പക്ഷി കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെയൊക്കെ കാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ദൈവത്തെ ഈ പക്ഷിക്കുള്ളതുപോലെ തൂവലുകളും ചിറകുകളും ഉണ്ട് എന്ന രീതിയിൽ ഒരു ആലങ്കാരിക പ്രയോഗത്തിലൂടെ ആ ദൈവത്തിന്റെ കരുതലിനെ, പരിപാലനത്തെയൊക്കെ വ്യക്തമാക്കാനായിട്ട് സങ്കീർത്തനകാരൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അവതരണത്തിനാണ് ഈ സൂമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അലങ്കാരങ്ങള്, ബിംബങ്ങൾ, അതാണ് പറഞ്ഞത്. അപ്പൊ അത് എബ്രായ കവിതയുടെ ഒരു പ്രത്യേകതയാണ്. എബ്രായ കവിതയുടെ മാത്രമല്ല, എല്ലാ കവിതകളിലും ഉണ്ട്. എന്നാൽ അതിന് എബ്രായ കവിതകളിലും അത് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രത്യേകത അക്രോസ്റ്റിക് ശൈലി എന്ന് പറയുന്നത്. അതായത് എബ്രായ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമമനുസരിച്ച് വരികളോ ഖണ്ഡികകളോ ആരംഭിക്കുന്ന രീതി. അത് ഈ പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മയിൽ വെക്കാനായിട്ട് അത് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് അക്ഷരപ്രാസത്തിലൊക്കെ കവിതകൾ എഴുതുന്നത്. ഇപ്പൊ 119 സങ്കീർത്തനം ഒരു മനോഹരമായ ഉദാഹരണമാണ്. ഇതിൽ 22 ഖണ്ഡികകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അലേഫ്, ബേത്ത് എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന എബ്രായ ഭാഷയിലെ അക്ഷരമാലയിൽ 22 അക്ഷരങ്ങൾ ആണ് അതിന്റെ ഓരോ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന. അലേഫ്, ബേത്ത്, ഗീമല്, ദാലത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എബ്രായ അക്ഷരമാലയിലെ ഓരോ ആൽഫബറ്റ്സ് ആണ്, അക്ഷരങ്ങളാണ്. അതിൽ ഓരോ ഭാഗവും, ഓരോ ഭാഗത്തിൽ 8 വരികളാണുള്ളത്. ആ 8 വരികളുടെ ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം അക്ഷരമാലയിലെ ആദ്യത്തെ ആലേഫ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന സങ്കീർത്തനത്തിന്റെ 8 വരികളും ആലേഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ആ 119 സങ്കീർത്തനം മുഴുവനും അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 119 മാത്രമല്ല, 25 സങ്കീർത്തനം, 34 സങ്കീർത്തനം, 37 സങ്കീർത്തനം, 111, 112 ഇതൊക്കെ ഈ അക്രോസ്റ്റിക് ശൈലിയിൽ എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. ഇത് നമുക്ക് സങ്കീർത്തനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വിലാപങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തില് അക്ഷരമാലയിലെ മുഴുവനും അക്ഷരങ്ങളും 22 അക്ഷരങ്ങളും ഉപയോഗിച്ച് 22 വാക്യങ്ങളാണ് ഓരോ അധ്യായത്തിലും നമ്മൾ കാണുന്നത്. എന്നാൽ അതിന്റെ നടുക്കുള്ള അധ്യായത്തിൽ മാത്രം അതിന്റെ 3 ഇരട്ടി വരികളുണ്ട്. കാരണം ഒരു അക്ഷരം വെച്ച് 3 വരികൾ വെച്ച്. അങ്ങനെയാണ് ഈ ലമന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ കാണുന്നത്. മറ്റൊരു ലിറ്റററി സ്റ്റൈൽ അല്ലെങ്കിൽ ഈ എബ്രായ കവിതകളിൽ കാണുന്ന ഒരു പ്രത്യേകത കയാസ്മസ് എന്ന് പറയും. കയാസ്മസ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രക്ചർ, കയാസ്മസ് സ്ട്രക്ചർ എന്ന് പറയും. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അതായത് കവിതയിലെ ആശയങ്ങളെ ABBA നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ വരി A ആണെന്ന് കൂട്ടുക, രണ്ടാമത്തെ വരി B, മൂന്നാമത്തെ വരി B, നാലാമത്തെ വരി A.
അങ്ങനെ ക്രമീകരിക്കുന്ന രീതിയാണ്. അപ്പൊ അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷെ നടുക്കായിരിക്കും വരിക. അപ്പൊ ആദ്യ വരിയിലെ ആശയം അവസാന വരിയിൽ വരും, രണ്ടാമത്തെ വരിയിലെ ആശയം മൂന്നാമത്തെ വരിയിൽ വരും. അപ്പൊ 1ഉം 4ഉം വരികളും 2ഉം 3ഉം വരികളും ഒരേപോലെയുള്ള ആശയങ്ങളായിരിക്കും വരിക. അപ്പൊ അങ്ങനെ ക്രമീകരിക്കുന്നതിനാണ് ഈ കയാസ്മസ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു ഉദാഹരണം നമുക്ക് കാണാം. 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അതിങ്ങനെ ഈ A-B-B-A എന്ന ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മളിപ്പോൾ മലയാളം ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ. ഇംഗ്ലീഷ് എടുത്ത് വായിച്ചാൽ നമുക്കൊരു പക്ഷേ അത് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ ചില ഇംഗ്ലീഷ് ലിറ്ററൽ ട്രാൻസ്ലേഷൻസിൽ നമുക്ക് അത് കാണാനായിട്ട് പറ്റും. എബ്രായ ഭാഷ അറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ അപൂർവമായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവർക്കത് വായിച്ചു നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും. എന്നാൽ ഞാൻ അതിന്റെ ആശയം ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഇതിനെ എബ്രായ കവിതയിൽ അത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ ലൈൻ എ എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. എന്നിട്ട് രണ്ടാമത്തെ വരി പറയുന്നത് നിന്റെ ദയയ്ക്ക് തക്കവണ്ണം. മൂന്നാമത്തെ വരി പറയുന്നത് നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം. നാലാമത്തെ വരി പറയുന്നത് എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. അപ്പോ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ കൃപയുണ്ടാകണമേ എന്നുള്ള 1-ാമത്തെ വരി, 4-ാമത്തെ വരി എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. ഇത് രണ്ടുമായാണ് പാരലായിട്ട് വരുന്നത്. നടുക്ക് വരുന്നത് ദയയും കരുണയും. അത് 2ഉം 3ഉം വരിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഒരുപക്ഷെ സാധാരണ ഒരു സങ്കീർത്തന വായനയിലൊന്നും നമുക്കിത് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ എബ്രായ കവിതയുടെ സങ്കീർത്തനങ്ങളുടെ സങ്കീർണതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ മലയാള സങ്കീർത്തനം വായിക്കുന്ന അത്ര ഒരു ലളിതമായിട്ടുള്ള ശൈലിയല്ല. അതിനകത്ത് ഇതുപോലെയുള്ള പല കവിതയുടെ പ്രത്യേകതകളും ഉണ്ട് എന്ന് ഒന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു നമ്മൾ പറഞ്ഞ പേര് അല്ലെ, കയാസ്മസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ കാര്യം A-B-B-A എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സങ്കീർത്തനങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ചില സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സേല എന്ന് എഴുതിയിട്ടുണ്ട്. 3-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം, അവന് ദൈവത്തിന്റെ രക്ഷയില്ല എന്നെ കുറിച്ച് പലരും പറയുന്നു സേല. അപ്പൊ എന്താണ് ഈ സേല എന്ന് പറഞ്ഞാൽ? അപ്പൊ അത് ഈ എബ്രായ കവിതയിൽ അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സേല എന്ന് പറഞ്ഞാല് ഇതൊരു ഒരു സംഗീത അടയാളമോ നിർദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും പാടിയിട്ട് അവിടെ ഒന്ന് നിർത്തുക, എന്നിട്ട് ഈ വായിച്ച അല്ലെങ്കിൽ പാടിയ വാക്യത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ഒന്ന് ധ്യാനിക്കുക. അത് വായിക്കുമ്പോൾ ഇനി പാടുമ്പോഴാണെങ്കിൽ അത്രയും പാടി നിർത്തിയതിന് ശേഷം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുക. അപ്പൊ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള ഒരു ഗ്യാപ്പോ വീണ്ടും ഒന്നുകൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ എബ്രായ കവിതയുടെ രീതി, അതിന്റെ പ്രത്യേകതകൾ ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് സാധാരണ ഒരു ഗദ്യ സാഹിത്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം മനസ്സിലാക്കുന്നതും സങ്കീർത്തനം മനസ്സിലാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. നമുക്ക് സങ്കീർത്തനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ വ്യത്യസ്തമായിട്ട് സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ കവി ഉദ്ദേശിച്ച ആ അർത്ഥം അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച കവിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ആ വൈകാരികമായ അനുഭവങ്ങള് അതൊക്കെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എബ്രായ കവിതയുടെ പ്രത്യേകതകളും കൂടെ മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഈ ഓരോ സങ്കീർത്തനത്തിനും അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അപ്പൊ ഇതും സങ്കീർത്തന പഠനത്തെ കുറച്ച് ഗൗരവമുള്ളതാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് എഴുതപ്പെട്ട പശ്ചാത്തലം അഥവാ അതിന്റെ ചരിത്ര പശ്ചാത്തലം
അറിയേണ്ടത് ആവശ്യമാണ്. അതിന്റെ ലിറ്റററി കോണ്ടെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ചരിത്ര പശ്ചാത്തലത്തിന്റെ പ്രാധാന്യം നമുക്ക് ഇപ്പം 51 സങ്കീർത്തനം വളരെ പരിചിതമായ സങ്കീർത്തനമാണല്ലോ. ദാവീദ് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് ക്ഷമയ്ക്കും ദൈവബന്ധത്തിലേക്ക് മടങ്ങി വരാനുള്ള തന്റെ ആഗ്രഹമൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു പുതുക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഇത്രമാത്രം ഇമോഷണൽ ആവാനായിട്ടുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഏത് പാപത്തെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 ശമൂവേൽ 11-12 അധ്യായങ്ങളിൽ ബത്ശേബയുമായിട്ടുള്ള ആ പാപത്തിന് ശേഷം നാഥാൻ പ്രവാചകൻ ആ പാപത്തെക്കുറിച്ച് ബോധം വരുത്തിയതിനു ശേഷം അനുതപിച്ച ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വരികളാണ് ഈ സങ്കീർത്തനങ്ങൾ എന്നാണ്. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് 51 സങ്കീർത്തനത്തിന്റെ വരികളുടെ ആ ഇമോഷണൽ ഇന്റൻസിറ്റി, അതിന്റെ ആശയം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമേ, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നൊക്കെ പറയുമ്പോൾ ദാവീദിന്റെ ഈ പാപം ആരംഭിച്ചത് ഹൃദയത്തിലാണ് എന്നുള്ള കാര്യം ആ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, അല്ലെ? ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്ന സമയത്ത് ബത്ശേബ ദൂരെ കുളിക്കുന്നത് കാണുന്നു. ദാവീദിന്റെ ഹൃദയത്തില് മോഹം ജനിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഹൃദയത്തിന്റെ നൈർമല്യമില്ലായ്മയാണ് ഈ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ പിന്നീട് ദാവീദിനെ നയിച്ചത്. അപ്പൊ അതിന്റെ ആ പശ്ചാത്താപം കേവലം ആ ചെയ്ത ക്രിയയെ കുറിച്ചുള്ള പശ്ചാത്താപം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമല്ല, അതിലേക്ക് നയിച്ച ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ദാവീദ് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിന്റെ വികാരം ഉൾക്കൊള്ളാനായിട്ട് കഴിയും. 3 സങ്കീർത്തനം ദാവീദ് സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനെതിരെ തിരിഞ്ഞ സമയത്ത്, ജീവനം കൊണ്ട് ഓടിപ്പോകുന്ന സമയത്ത് എഴുതിയ ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ വരികളിലെ ആ ഒരു ഈ വൈകാരികമായ തീവ്രത 5-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അപ്പൊ അത് പറയുന്നതിന്റെ പറയിലുള്ള കാര്യം എന്താണ്? കാരണം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മകൻ വന്ന് കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അറിയാം. അപ്പൊ ഒരു രാത്രി കിടന്നുറങ്ങിയ ദാവീദ് പിറ്റേ ദിവസം എഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കരുതലും പരിപാലനവും ഇല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റില്ല എന്നുള്ള 100% ഒരു തിരിച്ചറിവിൽ നിന്നാണ് ദാവീദ് ആ വരികള് കുറിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. എങ്കിലും അപകടങ്ങളുള്ള ഒരു സാഹചര്യത്തില്, ശത്രുക്കൾ ചുറ്റും നിരന്നിരിക്കുന്ന, ജീവനെ എടുക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുതൽ കൂടാതെ അസാധ്യമാണ്. അതിന് മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. 137 സങ്കീർത്തനം അത് ബാബേൽ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെ? ബാബേലിൽ ഇരുന്ന് ഞങ്ങൾ കരഞ്ഞു എന്നൊക്കെ പറയുന്ന ആ ഭാഗം. അപ്പൊ അവിടെ ആ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് ജെറുസലേമിൽ അവരുടെ നല്ല കാലമൊക്കെ ഓർത്ത് അവർ കരയുന്ന കരച്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഈ സങ്കീർത്തനങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാകാനായിട്ട് സഹായകരമാണ്. അതിന്റെ ഒരു ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ കൂടുതലും ദൈവ ആരാധനയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ദേവാലയ ആരാധനയിലൊക്കെ പല പെരുന്നാളുകളുടെ സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാട്ടുകളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ ഓരോ സങ്കീർത്തനവും ഏത് പെരുന്നാളിനോട് ബന്ധപ്പെട്ട, ഏത് സമയത്തോട് ബന്ധപ്പെട്ടാണ് യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമല്ല, ഇസ്രായേൽ ജനതയുടെ കൂട്ടമായ ആരാധന, അവര് ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ പാടുന്ന പാട്ടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്ന ഗീതങ്ങൾ. പെസഹ, പെന്തക്കോസ്ത്, കൂടാര പെരുന്നാൾ, ഈ 3 പെരുന്നാളുകൾക്ക് ലോകത്തിലുള്ള യഹൂദന്മാർ കൂട്ടമായി ജെറുസലേമിലെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരും. അപ്പൊ അവര് പാടിക്കൊണ്ട് ആ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ ചെറിയ കുന്ന് കയറി പോകുമ്പോൾ പാടുന്ന പാട്ടാണ് ഈ ആരോഹണ ഗീതങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നൊക്കെ വരികൾ വായിക്കുമ്പോൾ അവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ദൂരെ ജെറുസലേം കുന്നുകൾ കാണുന്നു, ആ കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയം കാണുന്നു. അപ്പൊ എനിക്ക് സഹായം വരുന്നത് അവിടെ നിന്നാണ് എന്നൊക്കെ അവര് നോക്കിക്കൊണ്ട് പാടുകയാണ്. 134-1
രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഇപ്പൊ രാത്രിയിൽ അവിടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ആളുകൾ, നമുക്ക് ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കുമ്പം നമുക്കറിയാം രാവും പകലും അവിടെ പാട്ടുകാരുടെ ശുശ്രൂഷയുണ്ട്, അതുപോലെ വാതിൽ കാവൽക്കാരുടെ ശുശ്രൂഷയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ രാത്രിയിലും ദേവാലയത്തില് ഉണർന്നിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിലും ആ ദേവാലയത്തിന്റെ പല സ്ഥലങ്ങളിൽ കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഉത്സാഹിപ്പിക്കുകയും അതുപോലെ അവരുടെ ആ ശുശ്രൂഷയൊക്കെ ഒന്ന് മാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടുകൾ നമുക്കവിടെ കാണാം. രാജകീയ സങ്കീർത്തനങ്ങൾ, റോയൽ സംസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ സങ്കീർത്തനങ്ങളുടെ വിവിധ തരങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഈ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തോട് അതിനെ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് കഴിയും. ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനത്തിന്റെ വാക്കുകൾ എഴുതിയത്, അതേ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുമ്പോഴും നമുക്ക് ആ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്താനും നമ്മുടെ ജീവിതത്തോട് അതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ എൻ്റെ ഈ ടോക്ക് നിർത്തുവാണ്. ഈ സങ്കീർത്തനങ്ങൾ നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന, ഒരുപക്ഷെ വളരെ ലളിതമായ പാട്ടുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഉപയോഗിക്കുന്ന ഈ സങ്കീർത്തനങ്ങള് അത്ര ലളിതമല്ല വാസ്തവത്തിൽ. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, അതിനെ ഒന്ന് പഠിക്കാനും ഒന്ന് ശ്രമിച്ചാൽ അതിൻ്റെ കുറെ സങ്കീർണതകളെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തരങ്ങൾ, അതിന് വ്യത്യസ്തമായിട്ടുള്ള സങ്കീർത്തനങ്ങളുണ്ട്, അതിൻ്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വേദശാസ്ത്ര സത്യങ്ങളുണ്ട്, അതിൽ പ്രവചനങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാവ്യഭംഗി, എബ്രായ കവിതയുടെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടോക്കിലൂടെ നിങ്ങൾക്കിത് കൂടുതൽ പഠിക്കാനായിട്ടുള്ളൊരു പ്രേരണ തരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം നമുക്കിത് മുഴുവനും പഠിച്ചു തീർക്കാനായിട്ട് സമയം പോരാ. അതുകൊണ്ട് കൂടുതൽ പഠിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനങ്ങൾ വളരെ മനോഹരമാണ്, വളരെ വൈകാരികമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ പലരും ഉദ്ദേശിക്കുന്ന പോലെ അത്ര ലളിതമല്ല, കുറച്ച് സങ്കീർണമാണ് ഈ സങ്കീർത്തനങ്ങൾ. അതിൻ്റെ സങ്കീർണതയുടെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവമഹത്വത്തെയും അതിലെ വേദശാസ്ത്രത്തെയും അതിലെ മനുഷ്യരുടെ അനുഭവങ്ങളെയും കുറച്ചുകൂടി മനോഹരമായി നന്നായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങള്, പുസ്തകങ്ങള് നമ്മൾ ഇതുവരെ വായിച്ചതിൽ നിന്നും ഒരു ശരിയായ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ നമുക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ചു തീർക്കുന്നതിൽ ഉപരി അതൊരു സാഹിത്യ രൂപമാണെന്നും ഒരു കവിതയാണെന്നും ഒരു പാട്ടാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലെ അലങ്കാരങ്ങളെല്ലാം നമുക്ക് സന്യങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്ലേഷനിൽ വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലെങ്കിലും അതിന്റെ മനോഹാരിത ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ തുറന്നും ശ്രമിക്കാം.